അതുപോലെ തന്നെ ജീവിത ദുരിതങ്ങൾക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ഭൗതിക മണ്ഡലങ്ങൾ അനുഭവിക്കുന്ന ഓരോ പ്രാരാബ്ദങ്ങൾക്കും നമ്മൾ 2 മണിക്കൂർ ഈ ധ്യാനത്തിൽ പങ്കെടുത്ത മക്കൾ, ഇടക്കും തലക്കും വന്ന് അവരുടെ സൗകര്യമനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ സമയത്ത് ഏകാഗ്രമായിരിക്കണം. ഈ നിമിഷം ഏകാഗ്രമായിരിക്കണം. കർത്താവേ, അങ്ങയുടെ മക്കളെ ഞാൻ ഈ സമയത്ത് ഓൺലൈനായി ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന അവർ എന്ന് ഈ ധ്യാനത്തിലേക്ക് കയറി വന്നാലും, എന്നവർ യൂട്യൂബിലോട്ടോ ഫേസ്ബുക്കിലോട്ടോ കയറി ഈ ധ്യാനം അറ്റൻഡ് ചെയ്താലും, അപ്പോഴൊക്കെ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കെല്ലാം ഈ ആരാധന ഒരു തത്സമയ അനുഗ്രഹമായി മാറ്റാൻ അമ്മേ, പരിശുദ്ധമ്മേ, ഞങ്ങളെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ കാലങ്ങളിൽ ജോലിയില്ലാത്ത അനേകം മക്കളുണ്ട്. ഉള്ള ജോലി കൊണ്ട് കുടുംബത്തിൻ്റെ ഒരു ചെലവ് നടക്കാൻ പറ്റാതെ പരസ്പരം വൈരാഗ്യവും, ഓരോരുത്തരുടെ വീട്ടിൽ തന്നെ മക്കളാണെങ്കിൽ ഓരോരുത്തരുടെ കാര്യങ്ങൾ നടന്ന് ചിലരുടെ കാര്യം നടന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ മാതാപിതാക്കന്മാരോട് എതിർത്ത് നിൽക്കുകയും മാതാപിതാക്കന്മാരെ ആശ്രയം വിട്ട് വേറെ അപ്പൻ്റെ സ്ഥാനത്ത് വേറെ ആൾക്കാരിൽ നിന്ന് സഹായം മേടിക്കുകയും അതിൻ്റെ പേരിൽ മാനസികമായിട്ട് മാതാപിതാക്കന്മാരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന പൈശാചികമായ നിലപാടുള്ളവരൊക്കെ കുടുംബത്തെ ശരിക്കും വേദനിപ്പിക്കുന്നുണ്ട്. കർത്താവേ, അവരെല്ലാം നീ അവർ സാന്ത്വനപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം കർത്താവേ സത്യം മനസ്സിലാക്കി കൊടുക്കാൻ ഇടയാക്കണമേ. കുടുംബത്തിൻ്റെ വിഷമസന്ധികളിൽ കർത്താവേ തങ്ങളെക്കൊണ്ട് പരിഹരിക്കാവുന്നത് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ കർത്താവെ പരിഹരിച്ച്, ചില പറയും എൻ്റെ കാര്യങ്ങൾ നടത്തിയില്ല, അപ്പോൾ എനിക്ക് ജോലി വീടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ വൈരാഗ്യം ഞാൻ പക തീർത്തു. അപ്പം മാതാപിതാക്കന്മാരോട് പക തീർക്കാൻ പോകുന്ന മക്കളുണ്ട്. അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ മാതാപിതാക്കന്മാരോട് അവരുടെ വൈരാഗ്യം തീർത്ത് വാശി തീർക്കാൻ പോകുന്ന പൈശാചിക സ്വഭാവമുള്ള മക്കളെ അമ്മ കാണിച്ചു തരുന്നുണ്ട്. ഇത് ഭയങ്കര ഗുരുതരമായ വിഷയമാണ്. അങ്ങനെ ഏതെങ്കിലും മാതാപിതാക്കന്മാരോട് തങ്ങൾക്ക് തങ്ങളുടെ സഹായങ്ങൾ കൃത്യസമയത്ത് മക്കൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ മക്കൾ അവർക്കൊരു വിലയും നിലയും പൈസയൊക്കെ കിട്ടുന്ന കാലത്ത് മാതാപിതാക്കന്മാരെ മാനസികമായിട്ട് പീഡിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിരിക്കുന്ന കുടം പോലെ നിൻ്റെ മക്കൾ നിന്നെ ഉടച്ചു കളയുന്ന കർത്താവല്ലേ ചെയ്യുന്നു. നീ ശ്രദ്ധിക്കണം, നീ വേഷം കാണിക്കരുത്. കർത്താവിനത് നിരക്കാത്ത ഒരു കാര്യം നീ ചെയ്യരുത്. കാര്യം അതായത് നമ്മളെ മാതാപിതാക്കന്മാർ ചില സമയത്ത് എല്ലാവരെയും ഒപ്പിച്ച് എല്ലാ കാര്യവും ഒപ്പിച്ച് നാട്ടുകാരെ, അയൽവാസികളെ, ബന്ധുക്കളെ എല്ലാം ഒപ്പിച്ചൊക്കെ വരുമ്പോൾ ചില സമയത്ത് ചിലതൊക്കെ കിട്ടാതെ വരികയും ഇല്ലായ്മ വരികയും ചെയ്യുമ്പോൾ സ്നേഹത്തോടെ അത് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അവരോട് അവരുടെ മനസ്സിനോട് ചേർന്നതാണ് നമ്മൾ നിൽക്കേണ്ടത്. കർത്താവ് കുടുംബങ്ങളിലെല്ലാം ഇതുപോലെയുള്ള അങ്കലാപ്പുകൾ ഉണ്ടെങ്കിൽ കർത്താവ് അവരങ്ങ് വിശുദ്ധമായ വലത് കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബത്തിൽ പരസ്പരം മിണ്ടാത്തവർ, ധാരണയില്ലാത്തവർ, പരസ്പരം മിണ്ടിയിട്ട് വർഷങ്ങളായിട്ടുള്ളവർ, നിസ്സാര ഭൗതികമായ കാര്യങ്ങളുടെ ഏറ്റക്കുറച്ചിൽ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തെ മറന്ന് ജീവിക്കുന്നവർ, അമ്മേ പരിശുദ്ധമ്മേ, ആ കുടുംബങ്ങളെല്ലാം അമ്മയെ കേൾപ്പിക്കുന്നു. ആ കുടുംബങ്ങളിലെല്ലാം കർത്താവെ നിന്റെ വിശുദ്ധമായ വലതുകരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എത്ര ഉപദേശിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ലാത്ത രീതിയിൽ മാതാപിതാക്കന്മാർ പറയണം കേൾക്കാതെ, കുടുംബത്തിലുള്ളവർ അനുസരിക്കാതെ, കുടുംബത്തിൽ കർത്താവെ അവിടെ ജീവിച്ചാണെന്ന് പോലും ഒന്നും അറിയാതെ കർത്താവ് ലോകത്തിലുള്ള ഓരോ കാര്യങ്ങൾ ഇടപെട്ടുകയും കുടുംബത്തിൻ്റെ കാര്യങ്ങളെ അവഗണിക്കുകയും ചെയ്ത് കർത്താവ് അനേക ആയിരങ്ങളെ പല സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്നവർ കർത്താവ് എല്ലാ തരത്തിലും മാതാപിതാക്കന്മാരെ കടത്തിലാക്കിയിട്ട് കർത്താവ് കുടുംബങ്ങളെ സഹോദരങ്ങളെ കടത്തിലാക്കിയിട്ട് കർത്താവ് വളരെ രീതിയിൽ കർത്താവ് മാനുഷികമല്ലാത്ത തീരുമാനം എടുത്ത് ദൈവത്തെ മറന്ന് ദൈവത്തെ പ്രകോപിപ്പിച്ച് ജീവിക്കുന്ന പൈശാചികമായ മാനസിക കുടുംബ ജീവിത സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. ഈശോയുടെ അമ്മ മധ്യസ്ഥം വഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ സർവ്വബന്ധനങ്ങളും ഈ നിമിഷം അഴിഞ്ഞു മാറട്ടെ. ആരാധന സാധു
അപ്പോൾ ദൈവ പൈതലെ, നിൻ്റെ ഏകാന്തതയിലെ അല്ലെങ്കിൽ നിൻ്റെ ദൈവാഭിമുഖ്യത്തിൻ്റെ നിമിഷങ്ങളിലെ, ഏകാന്തത എന്നുമ്പോൾ നമുക്ക് സംഭവമില്ല കേട്ടോ, നമുക്കുള്ള ദൈവാഭിമുഖ്യത്തിൻ്റെ നിമിഷങ്ങളാണ്. ഈ ദൈവാഭിമുഖ്യത്തിൻ്റെ നിമിഷങ്ങളിൽ നമ്മളെ സഹായിക്കുന്നത് ഈ അഭിഷേകമാണ്. അഭിഷേകം ചിലപ്പോൾ സംഗീതമായിട്ട് കിട്ടും, അഭിഷേകം ചിലപ്പോൾ പ്രാർത്ഥനയായിട്ട് കിട്ടും, അഭിഷേകം ചിലപ്പോൾ വചനമായിട്ട് കിട്ടും. 3 തരം അഭിഷേകമാണ് ഞാൻ ഇന്നുവരെ കണ്ടിരിക്കുന്നത്. എന്നിലും എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഞാൻ കണ്ടിരിക്കുന്നത് 3 തരം അഭിഷേകമാണ്. എന്ന് വെച്ചാൽ ദൈവത്തെ അവർ എന്തെങ്കിലും ഒരു ഭയങ്കരമായൊരു വല്ലാത്ത, ഇപ്പോൾ പരീക്ഷയിൽ തോറ്റെന്ന് വിചാരിച്ചോ, തോറ്റെന്ന് അപ്പോൾ പരീക്ഷയിൽ തോറ്റുവെന്ന് നമുക്ക് ഫീൽ ചെയ്യണ സമയത്ത് തന്നെ അഭിഷേകം നിനക്കുണ്ടെങ്കിൽ ഉടനെ, വചനത്തിൻ്റെ അഭിഷേകം ഉണ്ടെങ്കിൽ ഉടനെ പറയും വിജയം നൽകണത് കർത്താവാണ്, വിജയം നൽകണത് കർത്താവാണ്. അപ്പോൾ കർത്താവ് എന്നായാലും എന്നെ വിജയിപ്പിക്കും. അല്ലെങ്കിൽ ഒടുവിലാണ് ഞാൻ ഉണർന്നത്. പ്രഭാഷകൻ 33 എന്നൊക്കെ വായിക്കത്തില്ലേ, 33:16 വായിച്ചുള്ളൂ. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. പ്രഭാഷകൻ 33:16. പ്രഭാഷകൻ 33:16. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. പറഞ്ഞേ, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. അപ്പോൾ സ്വാഭാവിക, ദിസ് ഇസ് ലൈഫ്. അപ്പോഴേ ഇവിടെ ഒരു കോമ്പറ്റീഷൻ അല്ലേ? നമ്മളൊരു ഒറ്റക്കല്ല, ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ചില സമയത്ത് നമ്മളുടെ തന്നെ ഒരു കുഴപ്പം, ബുദ്ധിക്കുറവോ ഓർമ്മക്കുറവൊക്കെ കാരണം നമ്മൾ ചിലപ്പോൾ പിന്നിലായി പോകും. അപ്പോൾ ബുദ്ധിക്കുറവ്, ചിലർക്ക് ആദ്യം വേണ്ടത്ര ബുദ്ധി ഉണ്ടാകത്തില്ല, ചിലർക്ക് വേണ്ടത്ര ഓർമ്മ ഉണ്ടാകത്തില്ല. അപ്പോൾ ചിലർ നമ്മൾ പിന്നിലായി പോകും. ചിലർക്ക് വേണ്ടത്ര ആരോഗ്യം ഉണ്ടാകത്തില്ല, അപ്പോൾ പിന്നിലായി പോകും. ഈ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവല്ലത് ശരിക്കും കർത്താവിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ പ്രസൻസ് പ്ലേസാണത്. അതായത് അതെപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിനക്കൊരു കുറവുണ്ട്, നീ അത് പിന്നിലായി കഴിഞ്ഞാൽ അപ്പം നിന്നെക്കൊണ്ടത് നടക്കത്തില്ല എങ്കിൽ അത് പിന്നെ എന്താണ്? കർത്താവിനെ കൊണ്ട് നടക്കുന്ന, അതാണ് കർത്താവ് എന്നെ മുന്നിലെത്തിച്ചെന്ന് പറയണത്. പക്ഷേ ഈ വചനം അറിയാമെങ്കിലാണ് അഭിഷേകം കിട്ടണത്. മനസ്സിലായ? ഇതിനാണ് നമ്മൾ വചനം പഠിക്കുന്നത്. ഈ വചനത്തിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാവോ? വചനത്തിൻ്റെ ഈ മനുഷ്യന്മാരുടെ വചനം അവർ കാലം മാറുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ലേ അല്ലേ? വചനമൊക്കെ മനുഷ്യന്മാരുടെ വാക്കുകൾക്കെല്ലാം ഒരു സെക്യൂരിറ്റി ഇല്ല, അവർ അതിലൊന്നും ഉറച്ചു നിൽക്കത്തില്ല. ചിലപ്പോൾ അവർ മുടിയുണ്ടെങ്കിൽ ചായച്ചും ചെരിച്ചും കെട്ടാമെന്ന് പറഞ്ഞ പോലെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി പ്രതിഷ്ഠിക്കും. ദൈവം ഇളക്കി പ്രതിഷ്ഠിക്കത്തില്ല. ദൈവം എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ അതുകൊണ്ട് നമ്മൾ സത്യവചനമെന്ന് പറയണത്. ബാക്കിയുള്ള വചനങ്ങളെ നമ്മൾ സത്യവചനമെന്ന് പറയത്തില്ലല്ലോ. ഇപ്പം സത്യവേദ പുസ്തകം ആ സത്യമായ വചനമാണ്. അപ്പോൾ അതിൽ നിൽക്കും ദൈവം. അപ്പം നമുക്ക് ഒടുവിലാണ് ഞാൻ ഉണർന്നത്. ചിലപ്പോൾ PSC ടെസ്റ്റ്, ചിലർ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു MD ഡോക്ടറിൻ്റെ സാക്ഷ്യം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഡോക്ടറല്ല, MBBS ഡോക്ടർ, MD അഡ്മിഷൻ്റെ സാക്ഷ്യമാണ്. ആ മനുഷ്യൻ അറിഞ്ഞത് ശനിയാഴ്ച രാത്രിയാണ് അറിഞ്ഞത്. അവിടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാം, അവിടെ അഡ്മിഷൻ ഉണ്ട്, MDക്ക് അഡ്മിഷൻ ഉണ്ടെന്ന് അറിയണത്. പക്ഷേ ഞായറാഴ്ച എന്ത് പറ്റും? ഞായറാഴ്ച വർക്കിംഗ് ഡേ അല്ലല്ലോ, പിന്നെ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് അഡ്മിഷൻ ക്ലോസ് ആകും. അതിനുള്ളിൽ ഈ മനുഷ്യന് വേണ്ടത് എന്താണ്? ഈ മനുഷ്യന് വേണ്ടത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം അദ്ദേഹത്തിൻ്റെ. അത് വില്ലേജ് ഓഫീസറിൽ നിന്ന് മേടിക്കണം, അല്ലെങ്കിൽ തഹസിൽദാർ തരണം.
അത് തഹസിൽദാർ തരണമെങ്കിൽ തഹസിൽദാറിന് അസസ്മെൻറ്റ് നടത്താതെ തരത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒറ്റ നടക്ക് പോകാത്ത കാര്യമാണ്. അപ്പം പക്ഷേ അദ്ദേഹത്തിൻ്റെ ആകപ്പാടെ സെക്യൂരിറ്റി എന്താണ്? ഉടമ്പടി എടുത്തു എന്നുള്ളതാണ് സെക്യൂരിറ്റി. വേറെ ഒരു സെക്യൂരിറ്റിയുമില്ല. കാര്യം തഹസിൽദാറിൽ നിന്ന് ഈ പേപ്പർ വാങ്ങിച്ചിട്ട് ഇമെയിൽ ചെയ്യണം. ഇമെയിൽ ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ചെയ്യുമ്പോൾ എല്ലാവരും ഇമെയിലല്ലേ ചെയ്യണത്. അതുകൊണ്ട് എപ്പോഴും നെറ്റ് എപ്പോഴും ബിസി ആയിരിക്കും. നെറ്റ് ജാമായി പോകും. അപ്പോൾ വീണ്ടും നമ്മുടെ സമയം പോകും. നെറ്റ് ജാമായെന്ന് പറയണത് ഇന്ന് ഏറ്റവും വലിയ ദുരന്തമാണ്. ജീവിതം ജാമായി പോകണ പോലെയാണ് നെറ്റ് ജാമാകണത് ഈ അന്ത്യനിമിഷങ്ങൾ വെച്ചുകൊണ്ട്. അപ്പോൾ 4 മണിക്ക് നെറ്റ് ജാമായി. പക്ഷെ പിന്നീട് ഏതോ ഒരു സെക്കൻഡ് നെറ്റ് ഓണായപ്പോഴും ഈ മനുഷ്യൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഈ 5 മണിക്കുള്ളിൽ അദ്ദേഹം ഫയൽ ചെയ്ത് നോക്കിയേ. ഒടുവിലാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു അഡ്മിഷൻ ഉണ്ടെന്ന് കാര്യം. പക്ഷേ കാലാപെറുക്കുന്നവരുടെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പിന്നിലായിപ്പോയി. പിന്നെ ആരാണ് തഹസിൽദാറിനെ കൊണ്ട് ഈ ജാതി സർട്ടിഫിക്കറ്റ് മേടിപ്പിച്ചിരിക്കുന്നത്? ആരാണ് ജാമായിരുന്ന നെറ്റ് ഓൺ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്? എല്ലാം കർത്താവ്. കൈ ഇടിച്ച് കർത്താവ് കർത്താവിന്റെ കൃപ നിമിത്തം ഞങ്ങളെ മുൻപന്തിയിൽ എത്തിക്കുന്ന ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. നിൻ കൃപ മതിയെനിക്ക് നാഥാ, നീ മതിയെനിക്ക്. നിൻ കൃപ മതിയെനിക്ക്. ഈ മരുയാത്രയിൽ തിരുകൃപ മതിയെനിക്ക്. ഈ മരുയാത്രയിൽ തിരുകൃപ മതിയെനിക്ക്. അപ്പോൾ പ്രഭാഷകൻ 33:16 അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിൽ ഇതുപോലെ പിന്നിലായി പോകുമ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് ഈ വചനം കോട്ട് ചെയ്തിട്ട് പറയും, കർത്താവ് നിന്നെ മുന്നിലെത്തിക്കും. നീ അതുകൊണ്ട് മുന്നോട്ട് തന്നെ പോവുക. അതാണ് വചനത്തിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. ഈ വചനം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ചില വചനങ്ങൾ നിങ്ങളൊന്ന് ഒത്തിരി ഞാനിപ്പോൾ നടന്നു പോകണമെന്ന് വിചാരിച്ചു ഇതിലെ കൂടി. അപ്പോൾ എനിക്ക് ഈ ആൾക്കാരൊക്കെ ഒരുമാതിരിപ്പെട്ടവരൊക്കെ സീനിയേഴ്സ് പണ്ട് മുതലേ ഉടമ്പടി എടുത്ത് അച്ഛൻ്റെ അടുത്ത് വന്ന് രോഗങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞവരുടെയൊക്കെ മിക്കവാറും തന്നെ എല്ലാവരെയും എനിക്ക് എന്തെങ്കിലും പേരറിയാൻ പാടില്ലെങ്കിലും അടയാളം അറിയാൻ പറ്റും. അപ്പോഴേ ഞാൻ ചില സമയത്ത് പോണ തിരക്കാണെങ്കിൽ ശരി, ഇതുപോലെ എന്തെങ്കിലും വിഷയം ഉള്ളവരെ കണ്ട ഞാൻ തോണ്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും വേഗം വന്ന് നിങ്ങൾ റിസൾട്ട് പറയാനാണ് എൻ്റെ അർത്ഥം. ഞാൻ ഫ്രീ ആകുമ്പോൾ വന്നിട്ട് നിങ്ങൾ എന്നോട് വാട്ട് ഇസ് സ്റ്റാറ്റസ് പറയാനാണ് പറയണത്. എൻ്റെ അർത്ഥം അതുപോലെ തന്നെയാണ്. അത് തന്നെയാണ് ഈ വചനത്തിന് സംഭവിക്കുന്നത്. നിങ്ങൾ ദൈവമായിട്ട് ഒരു ഓൺലൈനിലാണ്, അടുപ്പമാണ്, സ്നേഹമാണ് എങ്കിലേ ചില വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് തോണ്ടും ദൈവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വചനത്തോട് വല്ലാത്ത ഒരു അഭിനിറ്റി തോന്നും. മനസ്സിലായില്ലേ? അതാണ് കർത്താവിൻ്റെ തോണ്ടൽ. ഇത് വിവേചിക്കാൻ കഴിയണം. അപ്പം തന്നെ കൊണ്ടുപോയി എഴുതിയിടണം. ഈ വചനം കർത്താവ് അഭിഷേകമായി എനിക്ക് തരാൻ പോകുന്നു. ഇനി കർത്താവ് സഞ്ചരിക്കണ നാഷണൽ ഹൈവേ ആണിത്. ഇനി എൻ്റെ സങ്കടകാലങ്ങളെല്ലാം കർത്താവ് ഇതിലേ കൂടി സഞ്ചരിച്ച് വരും. ഒന്നെങ്കിൽ എനിക്ക് കർത്താവിലേക്ക് ചെല്ലാൻ പറ്റും, അല്ലെ കർത്താവ് എന്നിലേക്ക് വരും. കർത്താവ് ശരിക്കും പറഞ്ഞാൽ വചനം ഒരു നിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വെളിച്ചമാണെന്ന് പറഞ്ഞ പോലെ തന്നെ അതൊരു പാത കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒരു വചനം അഭിഷേകമായിട്ട് ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ നിന്റെ
സാന്നിധ്യം അനുഭവിക്കാൻ വചനങ്ങളുടെ വഴികളെ തുറന്നു തരണമേ. വചനങ്ങളെ അഭിഷേകമായി നൽകണമേ. എനിക്ക് വേണ്ടി സംസാരിക്കപ്പെട്ട വചനങ്ങള് വിവേചിക്കാൻ എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. വചനം വിവേചിച്ചറിഞ്ഞ് അത് അഭിഷേകമായി മാറ്റുവാനുള്ള വലിയ കൃപ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ലിസി വർഗീസ്. ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുവാനുണ്ടായ കാരണം എൻ്റെ കയ്യിലൊരു കൃപാസനം പത്രം ലഭിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഇവിടെ വരുവാനുണ്ടായ കാരണം. അങ്ങനെ 2022 മെയ് 28 തീയതി ഈ പുണ്യഭൂമിയിൽ ഞങ്ങൾ വന്നു. ഞങ്ങളുടെ സഹോദരങ്ങളും എൻ്റെ ഭർത്താവും ഞാൻ ഒരുമിച്ച് ഇവിടെ വരികയും ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു, തീർത്ഥാടന ഉടമ്പടി എടുത്തു. ആദ്യമായിട്ട് നിയോഗം വെച്ചത് എൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയായിരുന്നു. എൻ്റെ ഭർത്താവിന് 10-20 വർഷങ്ങളായിട്ട് വിട്ടുമാറാത്ത ചുമയായിരുന്നു. ജോലി ഇലക്ട്രീഷ്യനായിരുന്നു. പൊടിയടിക്കുമ്പോൾ ഭയങ്കര നിർത്താത്ത ചുമ. അത് രാവും പകലും 5 മിനിറ്റ് പോലും വിശ്രമമില്ലാതെ ഇങ്ങനെ ചുമച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ജോലിക്കും പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ തീരെ പറ്റാതെ ആയപ്പോൾ ജോലിക്ക് പോക്ക് നിർത്തി. അങ്ങനെ പല ഹോസ്പിറ്റലുകളിലും മാറി പോയി. ഒരിക്കലും 5 മിനിറ്റ് പോലും നിർത്താൻ പറ്റാത്ത ചുമ കാരണം അത് രാവും പകലും ആകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ റൂമിൽ തിരിഞ്ഞു കിടന്ന ഭിത്തിയോട് ചേർന്ന് കിടന്ന് കരയും. പുള്ളിക്കും അത് ഭയങ്കര വിഷമമായിരുന്നു. വളരെയധികം നിരാശയിലൂടെ കുറേ കാലങ്ങൾ ഞങ്ങൾ കഴിഞ്ഞു പോയി. ലിസി ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് കഴിച്ചു, അമൃതയിൽ നിന്നും മരുന്ന് കഴിച്ചു. ലാസ്റ്റ് അമൃതയിലാണ് പോയത്. രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് കഴിച്ചു. ഇതൊക്കെ കഴിച്ചിട്ടും ഒരു കുറവും വരാതിരുന്നപ്പോൾ ആൾക്ക് നിരാശയായി. ശ്വാസകോശം ചുരുങ്ങിയിരിക്കുന്ന അവസ്ഥ, ഓക്സിജൻ ലെവൽ താണു പോകുന്ന അവസ്ഥ, ശ്വാസകോശത്തിൽ പൊടിയും കഫവും കൂടി സെറ്റായി കല്ല് പോലെ കിടക്കുകയാണ്. അതുകൊണ്ട് ആൾക്ക് കുനിയാൻ പറ്റത്തില്ല, ജോലി ചെയ്യാൻ പറ്റത്തില്ല. വലിയ ബുദ്ധിമുട്ടായിരുന്നു. വിശുദ്ധവും പരിപാവനുമായ ഈ പുണ്യഭൂമിയിൽ കാല് ചവിട്ടി ഞങ്ങൾ ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിച്ച് പോയതിൽ പിന്നെ പിറ്റേ ദിവസം തുടങ്ങി ഓരോ ജോലികൾ ചെയ്യുവാനായിട്ട് പുള്ളി തുടങ്ങി. അപ്പം എനിക്ക് പശുവിനെ വളർത്തുന്ന ജോലിയാണ്. ഈ പുള്ളി ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വളരെ നല്ലതായിരുന്നു എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ജോലി ചെയ്യണമെങ്കിൽ വെളുപ്പിന് 5 മണിക്ക് എണീച്ച് തൊഴുത്ത് ക്ലീൻ ചെയ്യണം. അപ്പം ഞാൻ തന്നെ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. എൻ്റെ ഭർത്താവ് കൂടി സഹായത്തിനുണ്ടെങ്കിൽ എനിക്ക് നല്ലതായിരുന്നല്ലോ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങി വെളുപ്പിനെ എണീച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് ഞാൻ തൊഴുത്ത് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ? ഇന്ന് ഞാൻ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുനിയാൻ പറ്റുമോ? ഞാൻ ചെയ്തു നോക്കട്ടെ എന്ന് പറഞ്ഞ് അന്ന് മുതൽ ഇന്ന് 1 വർഷം കഴിഞ്ഞു. ഈ 1 വർഷം വരെ ഈ പശുക്കളെ നോക്കുന്ന ജോലികളെല്ലാം പുള്ളി എല്ലാ കാര്യങ്ങളും തൊഴുത്ത് ക്ലീൻ ചെയ്യലും പശുക്കളെ കുളിപ്പിക്കലും കെട്ടലും എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെ ഏറ്റെടുത്ത് ചെയ്യും. ഒരു കുഴപ്പവുമില്ല. പിന്നെ പുള്ളിയുടെ ചെവിയിൽ നിന്നും പഴുപ്പ് വരുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. അത് ഇവിടുത്തെ വെഞ്ചിരിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അത് 5 വർഷമായിട്ട് ഇങ്ങനെ ചെവിയിൽ പഴുപ്പ് വരുന്നു. അങ്ങനെ ബെഡ്സിട്ട് തിരിച്ച് മുറ്റത്തുനിന്ന് ബെഡ്സിൻ്റെ കമ്പ് പറക്കി കളയാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. അതിങ്ങനെ ഈ വെഞ്ചിരിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അത് പൂർണ്ണമായും മാറിപ്പോയി. പിന്നെ തൊണ്ട കടിച്ച് ഇങ്ങനെ പൊട്ടുന്ന, എപ്പോഴും തൊണ്ടകടിയാണ്. അപ്പം നിയോഗത്തിൽ എൻ്റെ തൊണ്ടകടിയുടെ കാര്യം നീ എഴുതിയില്ലേ, അത് എഴുതണമെന്ന് പറഞ്ഞു വിട്ടു. ഞാൻ നിയോഗത്തിൽ അത് വെച്ചു. എന്നോട് പറഞ്ഞു ഇപ്പം തൊണ്ടകടിയില്ല. ആ തൊണ്ടകടിയും പൂർണ്ണമായും മാറിപ്പോയി. പിന്നെ അങ്ങനെ പൂർണ്ണമായിട്ടും രോഗസൗഖ്യം ലഭിച്ചു. എൻ്റെ മോനോട് ഞാൻ ചോദിച്ചു, മമ്മി കൃപാസനത്തിൽ പോവുകയാണ് മോൻ്റെ നിയോഗം എന്താണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു, എൻ്റെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുവാനും സാലറി കാര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും മമ്മി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ സാലറി കാര്യങ്ങൾ വർദ്ധിപ്പിച്ചു, ജോലിയിൽ ഉയർച്ചയും ലഭിച്ചു. അങ്ങനെ നിയോഗത്തിൽ വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും
ഇനിയും കാര്യങ്ങൾ ലഭിക്കുവാനുണ്ട്. എന്നാലും എല്ലാ കാര്യങ്ങളും മാതാവ് ഇതുവരെയും സാധിച്ചു തന്നു. ഈ പുണ്യഭൂമിയിൽ, ഈ പരിശുദ്ധവും പരിപാവനുമായ പുണ്യഭൂമിയിൽ വന്നതിൽ പിന്നെ ഞങ്ങളുടെ സാമ്പത്തികമായി വളരെ ഉയർച്ചയുണ്ട്. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു മാസത്തിൽ എനിക്ക് ആരോടെങ്കിലും കടം മേടിച്ചിട്ട് വേണമെങ്കിൽ എൻ്റെ കാര്യങ്ങൾ അത് നിവർത്തിക്കുവാനായിട്ട്. ഇവിടെ വന്ന് പോയതിൽ പിന്നെ എൻ്റെ ബാഗിൽ പൈസകളൊന്നും കുറഞ്ഞിട്ടില്ല. എനിക്ക് ഇവിടെ വരുവാനും എൻ്റെ കൂടെ ആര് വന്നാലും അവരെ കൂടിക്കൂട്ടി വരുവാനും മറ്റുള്ളവർക്ക് കാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്യുവാനും എല്ലാം എനിക്ക് ധാരാളമായിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം സാധിക്കുന്നുണ്ട്. എൻ്റെ പേര് ജോസ്നി. ഞാൻ ഈ വർഷം 18-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാനൊരു നേഴ്സാണ്. എനിക്ക് അമ്മ മാതാവ് വഴി കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് സൗദി MOH കിട്ടിയിരുന്നു. അതിന് നമുക്ക് ലൈസൻസ്ഡ് എക്സാമിന് ആയിട്ടുള്ള നമ്മൾക്ക് സൗദി പ്രോമോട്ടറിക്ക് എക്സാം ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ എഴുതിയിട്ട് പോകാം, പക്ഷെ നമുക്ക് അവിടെ ചെന്നിട്ട് എഴുതാം. പക്ഷെ നമ്മളത് 1 വർഷത്തിനുള്ളിൽ നമ്മളത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് പോയ പോലെ തന്നെ നമുക്ക് തിരിച്ചു പോകേണ്ടി വരും. 1 വർഷം നമുക്കിത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുതന്നെയല്ല, അത് നമുക്ക് 3 ചാൻസേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ സൗദി പ്രോമോട്ടറി എക്സാം എഴുതി. ആദ്യത്തെ പ്രാവശ്യം എഴുതി എനിക്ക് വളരെ എളുപ്പമായിരുന്നു, കിട്ടും തന്നെ ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ രണ്ടാമത് ഞാൻ വീണ്ടും ഇവിടെ വന്ന് അച്ഛനെ ഡേറ്റ് എടുത്തിട്ട് അച്ഛനെ കണ്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് എഴുതാമെന്ന് വിചാരിച്ചു. ഞാൻ ഡേറ്റ് എടുത്ത് ഇവിടെ വന്നു. പക്ഷേ ഞാൻ പകുതി ആയപ്പോഴാണ് ഞാൻ ഓർത്തത് ഉടമ്പടി പേപ്പർ എടുത്തിട്ടില്ല. ഹോൾ ടിക്കറ്റൊക്കെ എടുത്തു, പക്ഷേ ഉടമ്പടി പേപ്പർ എടുത്തില്ല. ഉടമ്പടി പേപ്പർ എടുക്കാൻ നമുക്ക് അച്ഛനെ കാണാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ എനിക്ക് തോന്നി ഈ പ്രാവശ്യം ഞാൻ ഫെയിലാകും, അതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു, അച്ഛനെ കാണേണ്ട കാര്യമില്ല, നീ പാസ്സാണ് എന്നുള്ളൊരിത്. പിന്നെ ഞാനിവിടെ വന്നു, കാണാൻ പറ്റത്തില്ലല്ലോ, പിന്നെ ഞാനിവിടെ വന്നു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ചെന്നൈയിലായിരുന്നു എൻ്റെ സെൻറ്റർ. അപ്പം ഞാനിവിടുന്ന് തമിഴ് പത്രം വാങ്ങിച്ചിട്ട് പോയി. ഞാൻ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര പാടായിരുന്നു. ആദ്യത്തേതായിരുന്നു എനിക്ക് എളുപ്പം. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ഇത് തന്നെ ആയിരിക്കും എനിക്ക് കാണാൻ പറ്റാതെ പോയത്. അപ്പോഴും എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, ഇല്ല നിനക്ക് കിട്ടുമെന്ന്. പിന്നെ ഞാൻ ഇറങ്ങി. പിന്നെ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എല്ലാവർക്കും ഞാൻ വാങ്ങിച്ച പത്രം കൊടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വന്നു. നമുക്ക് പാസ് വേണ്ടത് 500 മാർക്കാണ്. പക്ഷേ എനിക്ക് 518 മാർക്ക് വന്ന് ദൈവം അനുഗ്രഹിച്ചു. രണ്ടാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞത്, നമ്മൾ ഇതിന് പ്രോസസ്സിങ്ങിന് വെച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഫസ്റ്റ് ടൈം വിസ റിജക്റ്റായി. കാരണം അവർ പറഞ്ഞത് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് ഉണ്ട്, നമുക്ക് ഡേറ്റ ഫ്ലോ നമ്മൾ സാധാരണ നമുക്കത് 1 മാസം കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ആക്കി കിട്ടുന്നതാണ്. പക്ഷേ ഞാനത് ആദ്യം ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഞാനത് നവംബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്ക് നവംബർ പകുതി ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്കത് ഡിസംബറിൽ കംപ്ലീറ്റ് ആവേണ്ടതായിരുന്നു. അവിടെ എനിക്ക് ഇഷ്യൂസ് ആയതുകൊണ്ട് എനിക്കത് ജനുവരിയിലോട്ടാണ് കംപ്ലീറ്റ് ആക്കി കിട്ടിയത്. ഏകദേശം 3 മാസത്തോളം അത് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാനത് വീണ്ടും വിസയ്ക്ക് വെച്ചത്. അപ്പോൾ അത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു എക്സ്പീരിയൻസിൻ്റെ ഡേറ്റിൻ്റെ, അതായത് 2023 എന്നുള്ളത് എനിക്ക് 2022 അപ്പോൾ എനിക്കൊരു 1 ഇയർ ഗ്യാപ്പിലോട് കൂടിയാണ് ഇതവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു വീണ്ടും ഡേറ്റ ഫ്ലോ ഒന്നും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഞാനത് 3 മാസം കൊണ്ടാണ് ചെയ്തെടുത്തത്. ഇനി അതെങ്ങനെ ശരിയായി കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഓൾറെഡി റിസൈൻ പോരുകയും ചെയ്തായിരുന്നു. അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ഒന്നും കൂടി അപ്ലൈ ചെയ്തു. പക്ഷേ എനിക്കത് അപ്ലൈ ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ എനിക്കത് കംപ്ലീറ്റ് ആക്കി കിട്ടി. എനിക്ക് റിപ്പോർട്ടും എനിക്ക് കൈ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ വിസയ്ക്ക് വീണ്ടും അപ്ലൈ ചെയ്തു. 1 മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും വന്നില്ലായിരുന്നു. അപ്പം ഞാൻ വീണ്ടും എനിക്ക് ടെൻഷനായി. അപ്പം ഒരു ഞായറാഴ്ച എൻ്റെ മനസ്സിലോട്ട് വന്നു, നീ പോയി ഉടമ്പടി ഒന്ന് വീണ്ടും പോയി പുതുക്ക്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഒരു മൺഡേ വന്ന് പുതുക്കി. നെക്സ്റ്റ് മൺഡേ എനിക്ക് വിസ അടിച്ച് കിട്ടി. പിന്നെ എനിക്ക് ഞാൻ മെഡിക്കൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പൂനെയിൽ നമുക്ക് നേഴ്സസിന് ഇവിടെ റെഗുലർ ചെക്കപ്പ് ചെയ്തപ്പം എനിക്ക് CBCയും LFT എൻ്റെ ഹൈ ആയിരുന്നു. പക്ഷേ എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം CBC എനിക്ക് എല്ലാ മാസവും എനിക്ക് പനി പോലെ വരും, എനിക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആകുമായിരുന്നു. പക്ഷെ ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. ചെക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് CBC LFT എൻ്റെ ഹൈ ആണ്. അവരെന്നോട് LFT ഒക്കെ ഹൈ ആയതുകൊണ്ട് USG ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് നാട്ടിൽ വന്ന് റിസൈൻ ആണല്ലോ, നാട്ടിൽ വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ നാട്ടിൽ വന്ന് ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന് ഞാനത് മറന്നുപോയി. പക്ഷെ ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥനയുടെ കഴിഞ്ഞിട്ട് ഞാൻ ഓരോ നുള്ളി തേൻ കഴിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഇവർ മെഡിക്കൽ എടുക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ഞാനത് ആശുപത്രിയിൽ പോയി ചെക്ക് ചെയ്യുമോ, ഒന്നും ചെയ്തില്ലല്ലോ. എങ്കിലും ഞാൻ വിശ്വസിച്ച് ഞാൻ മെഡിക്കൽ ഡയറക്റ്റ് എടുക്കാൻ തന്നെ പോയി.
എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഓരോ ഇത് ബ്ലഡൊക്കെ എടുക്കുമ്പോഴും ഞാൻ കാശിരൂപം കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത്. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലാണ്. ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ അതും പാസ്സായി. ഇത്രയും വലിയ അനുഗ്രഹം തന്നതിന് നന്ദി പറയുന്നു ഞാൻ. എൻ്റെ യേശുവിനും മാതാവിനും ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഞങ്ങൾ കൊല്ലംകുടി മുകൾ കാക്കനാടാണ് ഞങ്ങളുടെ വാസസ്ഥലം. അവിടെ നിന്നാണ് ഞാൻ വന്ന് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്.